ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടു ഇൻഡിപെൻഡന്റ് വേരിയബിളും 3 ഇന്റർമീഡിയറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിള് ആർ ആൻഡ് എസ്, ഇന്റർമീഡിയറ്റ് വേരിയബിള് എക്സും വൈയും സെഡും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ്. സെഡ് ആബ്സെന്റ് ആണെങ്കിൽ, സെഡ് ഇല്ല, അപ്പോൾ എക്സും വൈയും ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ 2 വേരിയബിളേ ഉണ്ടാവുള്ളൂ, ഇന്റർമീഡിയറ്റ് വേരിയബിൾസ്. അതാണ് ഇന്റർമീഡിയറ്റ് വേരിയബിൾ. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിള് ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിള് ആറാണ്, എക്സും വൈയും ഇന്റർമീഡിയറ്റ് വേരിയബിള്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ എസ്സും ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് വേരിയബിള്. ഇൻഡിപെൻഡന്റ് വേരിയബിള് എസ്. അപ്പോൾ നമ്മൾ ഇതാണ് W ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ, എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്. അപ്പം ഇവിടെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് W ആണ്. ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് 2 ഇന്റർമീഡിയറ്റ് വേരിയബിൾസ് ആണ്, എക്സും വൈയും. ഇനി ഇൻഡിപെൻഡന്റ് വേരിയബിള് ആർ ആൻഡ് എസ്. അപ്പം ഡോ W ബൈ ഡോ ആർ എന്ന് പറയുന്നതാണ്, സെഡ് ഇല്ല എന്ന് മാത്രം. ഡോ W ബൈ ഡോ എസ് എന്ന് പറയുന്ന ഇതാണ്, ഇതിലും സെഡ് ഇല്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. W ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് ഈക്വൽ ടു ആർ മൈനസ് എസ്, വൈ ഈക്വൽ ടു ആർ പ്ലസ് എസ്, എക്സ് പ്ലസ് ഡോ W ബൈ ഡോ ആർ ആൻഡ് ഡോ W ബൈ ഡോ എസ്. അപ്പം ഡോ W ബൈ ഡോ ആറിൻ്റെ ഇതാണ്. അപ്പം ഡോ W ബൈ ഡോ എക്സ് എന്തായിരിക്കും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2x ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ, അത് 1 ആണ്. ദെൻ ഡോ W ബൈ ഡോ വൈ, അത് 2y ആണ്. ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ ആർ, അതും 1 ആണ്. അപ്പം ഇങ്ങനെ കിട്ടി. 2 എക്സ് ഈക്വൽ ടു എന്താ? ആർ മൈനസ് എസ്, അത് ഇവിടെ എഴുതി. വൈ ഈക്വൽ ടു എന്താ? ആർ പ്ലസ് എസ്, അത് ഇവിടെ എഴുതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 4r കിട്ടി. ഇതിൻ്റെ അത് നേരത്തെ ചെയ്തതുമായിട്ടൊരു വ്യത്യാസം, സെഡ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. സിമിലർലി ഡോ W ബൈ ഡോ എസ്, ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ W ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടി. അപ്പം 4s കിട്ടുന്നു. ഇതാണ് ഓക്കെ. ഇനി നമ്മൾ ഇന്റർമീഡിയറ്റ് വേരിയബിൾ എക്സും വൈയും ഉള്ളത് എക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആറും എസും. അപ്പം ഡോ W ബൈ ഡോ ആർ എന്ന് പറഞ്ഞ് പറയുന്നതായിരിക്കും DW ബൈ ഡി എക്സ്, എക്സ് മാത്രം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഡോ W ബൈ ഡോ എക്സ് എന്നാണ് പറയുന്നത്. DW ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. ഇവിടെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ആർ കൊണ്ട് പാർഷ്യലായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് ഡോ W ബൈ DW ബൈ ഡി എക്സ്, അത് ഡോ W ബൈ ഡോ എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം ഡബ്ല്യുവിൻ്റെ അകത്ത് എക്സ് മാത്രമേ ഉള്ളത് കൊണ്ടാണ്. ഡോ W ബൈ ഡോ എക്സും DW ബൈ ഡി എക്സും ഇവിടെ ഒന്ന് തന്നെയായിരിക്കും. കാരണം ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. ദെൻ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് വൈ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്. ഇത് അപ്പോൾ നമുക്ക് നോക്കാം, ഇത് നേരത്തെ ഒന്ന് പഠിച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഇതാ യൂസ് തിയറം ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് വൈ ഈക്വൽ ടു 0. ഇത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എക്സും വൈ ഒന്നിച്ചുണ്ടാവും ഒറ്റ ഇക്വേഷൻ്റെ അകത്ത്. വൈ ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് എന്നല്ല, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മൾ
അതിൻ്റെ ഫോർമുല എന്താ? dy/dx ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് ഐ. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് എഫ് എക്സ് വൈ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം മൈനസ് എക്സ് സ്ക്വയറിൻ്റെ മൈനസ് 2x മൈനസ് സൈൻ എക്സ് വൈയുടെ കോസ് എക്സ് വൈ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എഫ് ഐയുടെ എന്താ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y മൈനസ് ഈ മൈനസ് സൈൻ എക്സ് വൈയുടെ കോസ് എക്സ് വൈ ഇൻറ്റു എക്സ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ 3 ഉള്ളതാണ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. എന്നിട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് എക്സ് ബൈ എഫ് സെഡ് ആണ്. ഡോ സെഡ് ബൈ ഡോ വൈയോ മൈനസ് എഫ് ഐ ബൈ എഫ് സെഡ് ആണ്. ഡിനോമിനേറ്ററിൽ രണ്ടും എഫ് സെഡ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണെങ്കിൽ ന്യൂമറേറ്ററിൽ എഫ് എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടാണെങ്കിൽ ന്യൂമറേറ്ററിൽ എഫ് ഐ, രണ്ടും മൈനസ് ഉണ്ട്. വളരെ ഫോർമുല ഓർത്തിരിക്കണം. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെഡ് ബൈ ഡോ വൈ അറ്റ് 0, 0, 0. If x square plus y, x cube plus z square plus y e power xz plus z cos y equal to 0. അപ്പോൾ ഇതാണ് നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതാണ് എഫ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ഫോർമുല എഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് സെഡ്, എഫ് ഐ മൈനസ് എഫ് ഐ ഡിവൈഡ് ബൈ എഫ് സെഡ്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് എക്സ് കാണണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ് ക്യൂബിൻ്റെ 3x². ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് പാർഷ്യലായിട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെയാണ് ചെയ്യേണ്ടത്. ഇവിടെയൊന്നും എക്സ് ഇല്ല, ഇവിടെയൊന്നുമില്ല എക്സ് ഇല്ല. ഇതിനെ ചെയ്യണം. അപ്പം y ഇൻറ്റു ഇ ടു പവർ ഓഫ് എക്സ് സെഡ് ഇൻറ്റു സെഡ് എന്ന് കിട്ടും. കിട്ടുക. ഇതാണ് ഇത് കിട്ടി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതും 0 ആയിപ്പോയി. വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ്. വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ ടു പവർ ഓഫ് എക്സ് സെഡ്, പിന്നെ ഇതിനെ ചെയ്യുമ്പോൾ കോസ് വൈയുടെ മൈനസ് സൈൻ വൈ, അപ്പോൾ മൈനസ് സെഡ് സൈൻ വൈ. ഇനി എഫ് സെഡ് കാണണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ചെയ്യണം. അപ്പോൾ എന്താ? 2z. ഇനി സെഡ് കൊണ്ട് ചെയ്യുമ്പോൾ എക്സ് വൈ ഇൻറ്റു ഇ ടു പവർ ഓഫ് എക്സ് സെഡ്, ഇതിനെ കോസ് വൈ കിട്ടി. ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ ഫോർമുല എന്താ? മൈനസ് എഫ് എക്സ് ബൈ എഫ് സെഡ്. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ഉണ്ട്. എഫ് എക്സ് ഇതാണ്, ഇതെഴുതി. ഡിവൈഡ് ബൈ എഫ് സെഡ് ഇതാണ്, അത് താഴെ എഴുതി. ഇനി ഡോ സെഡ് ബൈ ഡോ വൈയോ, ഡോ സെഡ് ബൈ ഡോ വൈ ഫോർമുല ഇതാണ്. ഡോ സെഡ് ബൈ ഡോ വൈയുടെ ഫോർമുല ഇത്. അപ്പം മൈനസ്, ഇവിടെ മൈനസ് എഴുതി. എഫ് ഐ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഐ ഡിവൈഡ് ബൈ എഫ് സെഡ് ഇങ്ങനെ കിട്ടി. ദെൻ
അതാണ് അറ്റ് 0,0,0 കാണണം. അപ്പോൾ 0,0,0 കാണുമ്പോൾ ഇതെന്ത് ചെയ്യും? എക്സിനും വൈക്കും സെഡിനും 0 കൊടുക്കണം. അപ്പം ന്യൂമറേറ്റർ ഇത് 0 ആയി. ഡിനോമിനേറ്റർ എക്സും വൈക്കും സെഡിനും 0 കൊടുക്കുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി cos 0 1. അപ്പോൾ ഇതാണ്. അപ്പം -0/1 ദാറ്റ് ഈസ് 0. ഇനി ഇവിടെ എക്സിനും വൈക്കും സെഡിനും 0 കൊടുക്കുക. അപ്പോൾ ഇതിന് എക്സിനും സെഡിനും 0 കൊടുക്കുമ്പോൾ e⁻0 1 ഈ മൈനസ് ഉണ്ട്. അത് കഴിഞ്ഞ് കോസ് വൈ സെഡിന് 0 കൊടുത്ത 0 പോയി, ഇത് 0 പോയി, cos 0 1. അപ്പോൾ -1 കിട്ടും. ഓക്കെ. ഇതാണ്. നെക്സ്റ്റ്, എക്സ്പ്രസ് dw/dt as a function of t and b, evaluate dw/dt at the given value of t. അപ്പാണ് ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് w തന്നിട്ടുണ്ട് x² + y², x തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, t = π. അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് dw/dt ആണ്. That is equal to w/x into dx/dt ആണ്. അപ്പോൾ w/x 2x, then dx/dt എന്താ cos t യുടെ -sin t. അപ്പം നമുക്ക് എന്ത് കിട്ടി? dw/dt equal to ഇന്ന് w/x into dx/dt അതിവിടെ കിട്ടി. ഇനി പ്ലസ് w/y into dx/dy/dt. w/y എന്തായിരിക്കും? 2y. dy/dt എന്തായിരിക്കും? cos t. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. w/x എന്ന് പറയുന്നത് 2x ആണ്. dx/dt എന്ന് പറയുന്നത് -sin t ആണ്. അതാണ് ഈ -sin t. പ്ലസ് w/y എന്താണ്? 2y ആണ്. 2y ഇൻറ്റു dy/dt എന്താണ്? dy/dt cos t ആണ്. അപ്പോൾ cos t കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി. -2 cos t sin t പ്ലസ് 2 sin t cos t. അപ്പോൾ എന്താ കിട്ടി? 0 എന്ന് കിട്ടി. അതാണ് dw/dt. ഇനി വേണമെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കിട്ടും. w = എന്താ? x² + y². x എന്താ? cos t ആണ്. അപ്പോൾ cos² t. y എന്താ? sin t ആണ്. അപ്പോൾ y² sin² t. cos² t + sin² t 1 ആണ്. അപ്പോൾ w = 1 എന്ന് കിട്ടി. അങ്ങനെയാണ് dw/dt എന്തായിരിക്കും? 0. ഇതുണ്ടോ 0. ഡയറക്റ്റ് ചെയ്തപ്പോഴും 0 കിട്ടി. അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്തപ്പോഴും നമുക്ക് 0 കിട്ടി. ഇതുണ്ടോ, ഇവിടെയും 0 കിട്ടി, ഇവിടെയും 0 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? dw/dt at the given value of t. ടിക്ക് പൈ കൊടുക്കുക. ടിക്ക് പൈ കൊടുത്താൽ dw/dt കോൺസ്റ്റന്റ് 0 ആയത് dw/dt at π = 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താ? അടുത്ത പ്രോബ്ലം w = x² + y². x = cos t + sin t, y = cos t - sin t, t = 0. അപ്പോൾ നമ്മൾ ഫോർമുല ആദ്യം എഴുതുക. എന്താ ഫോർമുല? dw/dt = w/x into dx/dt plus w/y into dy/dt. അപ്പോൾ w/x കിട്ടി, w/y കിട്ടി, dx/dt കിട്ടി,
dy/dt കിട്ടി. ഇത് 4 കിട്ടി. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കൊടുത്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ 0 എന്ന് കിട്ടി. അതാണ് dw/dt 0 ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. w = x² + y². x എന്താ cos t + sin t സ്ക്വയർ, y എന്താ cos t - sin t സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക? 2 cos² t + sin² t. അപ്പോൾ എന്താ 2 w = 2 എന്ന് കിട്ടും. അപ്പോൾ dw/dt എന്തായിരിക്കും? 0 ഉണ്ടോ? അപ്പോഴും 0 കിട്ടി. 2 തരത്തിൽ ചെയ്തപ്പോഴും 0 കിട്ടി. ഇവിടെയും 0 കിട്ടി, ഇവിടെയും 0 കിട്ടി. ഇനി dw/dt at 0, t = 0. dw/dt 0 ആണെങ്കിൽ dw/dt at 0 = 0 ആയിരിക്കും. അതും കിട്ടി. ഓക്കെ. ദെൻ അടുത്ത് w = x/z + y/z. x = cos² t, y = sin² t, z = 1/t, t = 3. അപ്പോൾ ∂w/∂x കണ്ടു, ∂w/∂y കണ്ടു, ∂w/∂z കണ്ടു. 3 എണ്ണം ഉണ്ട് ഇവിടെ. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ dw/dt എന്ന് പറഞ്ഞാൽ എന്താ? dw/dt = ∂w/∂x × dx/dt plus ∂w/∂y into dy/dt plus ∂w/∂z into dz/dt. അപ്പം ഇതുണ്ടോ? ∂w/∂x കണ്ടു, ∂y കണ്ടു, ∂z കണ്ടു, പിന്നെ dx/dt കണ്ടു, dy/dt കണ്ടു, dz/dt കണ്ടു. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടി. 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുന്നു. നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് എന്താ? w = x/z, w = x/z plus y/z, x/z plus y/z. എക്സിൻ്റെ സ്ഥാനത്ത് cos² t ഇടുക, വൈയുടെ സ്ഥാനത്ത് sin² t ഇടുക, ടിയുടെ സ്ഥാനത്ത് 1/t ഇടുക. അപ്പോൾ എന്ത് കിട്ടി? w = t എന്ന് കിട്ടി. ഇതാ t എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ dw/dt എന്തായിരിക്കും? ടിയുടെ ഡെറിവേറ്റീവ് 1, അപ്പോഴും 1 കിട്ടി. അപ്പോൾ 2 തരത്തിൽ ചെയ്തപ്പോഴും നമുക്ക് 1 കിട്ടി. നിങ്ങൾ 2 തരത്തിലൊന്നും ചെയ്യേണ്ട, ഒരു തരത്തിൽ ചെയ്താൽ മതി. ആദ്യത്തെ മെത്തേഡിൽ ചെയ്താൽ മതി, അതാണ് എളുപ്പം. എല്ലാം രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ dw/dt 1 ആണ്. അതിനാണ് dw/dt at 3 അതും 1 ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് dy/dx അറ്റ് ദ ഗിവൺ പോയിന്റ്. അപ്പം ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇത് തന്നിട്ടുണ്ടാവും. അപ്പം f(x, y) ഇതാണ് f(x, y) = 0 എന്ന് തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്താ കാണേണ്ട ഫോർമുല? നമുക്ക് കാണേണ്ട ഫോർമുല എന്തായിരിക്കും? dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ്, -fx/fy ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം fx കാണണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. fx ഇതാണ്, fx. x³ എന്താ? 3x². പിന്നെ xy-യുടെ y, അത് കിട്ടി, fx കിട്ടി. ദെൻ fy കാണുക, fy ഇത്. dy/dx എന്താ? -fx/fy. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതാണ് dy/dx. എന്നിട്ട് dy/dx at 1 ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിന് 1, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ 4/3 അത് കിട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ദെൻ എഫ് ഇതാണ് എഫ്, ഇതാ എഫ്. ദെൻ fx കാണുക, fy കാണുക.
then dy by dx minus fx by fy. ഇത് കിട്ടി. fx by fx dy by dx equal to minus fx by fy, that is y minus 3 divided by minus of y minus 3 divided by x plus 2y. ഇനി dy by dt ആയിട്ട് minus 1 1, എക്സിന് 1ഉം minus 1ഉം വൈക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടി. Then അടുത്തത് find the value of dou z by dou x and dou z by dou y. അപ്പോൾ ഇതാണ് എഫ്, ഇതാണ് എഫ്, ഇത് എഫ് തന്നിട്ടുണ്ട്. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് സെഡ് ആണ്. ഡോ സെഡ് ബൈ ഡോ വൈയോ മൈനസ് എഫ് വൈ ഡിവൈഡ് ബൈ എഫ് സെഡ് ആണ്. അപ്പോൾ ആദ്യം എഫ് എക്സ് കാണണം. ഇതാണ് എഫ് എക്സ്, ഇതാണ് എഫ് വൈ, ചെയ്ത് നോക്കണം. ഇതാണ് എഫ് സെഡ്. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ എക്സ്, അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇത് കിട്ടി, ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പം അതിൽ അറ്റ് 1 1 1ൽ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 സെഡ് ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ 1/4 കിട്ടി. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ വൈ ഇതാണ് മൈനസ് എഫ് എക്സ് ബൈ എഫ് സെഡ് ഇത് കിട്ടി. ഇനി അറ്റ് 1 1 1 കിട്ടി കഴിയുമ്പോൾ -3/4 കിട്ടി. ദെൻ ലാസ്റ്റ് പ്രോബ്ലം, ഈ മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എഫ്, ദാറ്റ് ഈസ് ഇതാണ് എഫ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടി, വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ദെൻ ഡോ സെഡ് ബൈ ഡോ എക്സ്, ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പം ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് 2 3 സെഡ് 2 3 6ൽ ഇത് കിട്ടി. ഇനി ഡോ സെഡ് ബൈ ഡോ വൈയോ ഇതാണ്, ഡോ സെഡ് ബൈ ഡോ വൈ ഇതാണ് അറ്റ് 2 3 6ൽ -4 ആണ് കിട്ടുക, -4 ചെയ്ത് നോക്കണം. ഇതാണ് ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്, ഇതാണ് ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ വൈ. ഫൈനൽ ആൻസർ ഇതാണ്. ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.